ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 16 മുതൽ ഉള്ള സുന്നത്തുകളാണ്. 16ാമത്തെ സുന്നത്ത് അൽ ബദാഅത്ത് ഫിൽ വജ്ഹി ബി അഅ്ല, മുഖം കഴുകുമ്പോൾ മേൽഭാഗം കൊണ്ടാണ് തുടങ്ങേണ്ടത്. അതുപോലെ കൈയും കാലും കഴുകുമ്പോൾ ആ കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകൾ കൊണ്ടാണ് തുടങ്ങേണ്ടത്. എന്നാൽ മറ്റൊരാൾ അവൻ്റെ മേൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും കൈകളിലും കാലുകളിലും വിരൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. 17ാമത്തെ സുന്നത്ത് വെള്ളം മുഖത്തേക്ക് എടുക്കുമ്പോൾ രണ്ട് മുൻകൈ ഒന്നിച്ചാണ് എടുക്കേണ്ടത്. 18ാമത്തെ സുന്നത്ത് രണ്ട് കാലുകളുടെ മേൽ വെള്ളം ഒഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് വെള്ളം ഒഴിക്കുക, ഇടത്തെ കൈ കൊണ്ട് തേച്ച് കഴുകുക. 19ാമത്തെ സുന്നത്ത് നാം അതിൽ നിന്ന് കോരിയെടുക്കും അങ്ങനത്തെ ബക്കറ്റ് പോലത്തെ പാത്രങ്ങൾ അവൻ്റെ വലത് ഭാഗത്ത് വെക്കുക. അതുപോലെ അതിൽ നിന്ന് ചൊരിക്കുന്ന കിണ്ടി പോലത്തെ പാത്രങ്ങൾ അവൻ്റെ ഇടത് ഭാഗത്തും വെക്കുക. ഇനി 20ാമത്തെ സുന്നത്ത് അശ്രദ്ധമാകുന്ന സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകുക. ഉദാഹരണം പീളക്കുഴി, വാൽക്കണ്ണ്, ഇങ്ങനെയുള്ള അശ്രദ്ധമാകുമോ എന്ന് പേടിക്കപ്പെടുന്ന സ്ഥലങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു കഴുകുക. അപ്പോൾ ഈ വാൽക്കണ്ണിനെയും ഈ പീളക്കുഴിയെയും അവൻ സൂക്ഷിച്ച് കഴുകണം. എന്തുകൊണ്ടാണ് കഴുകേണ്ടത്? അവൻ്റെ 2 ചൂണ്ടുവിരലിൻ്റെ ഭാഗങ്ങൾ കൊണ്ട് സൂക്ഷിച്ച് കഴുകണം. അതുപോലെ അശ്രദ്ധമാകുമോ എന്ന് പേടിക്കപ്പെടുന്ന മറ്റ് സ്ഥലങ്ങളുടെ ഉദാഹരണമാണ് അക്കിബ്, അതായത് മടമ്പ്. അപ്പോൾ മടമ്പിലൊക്കെ പല പൊട്ടും കീറൊക്കെ ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മോതിരത്തിൻ്റെ സ്ഥലം, അപ്പോൾ മോതിരമൊക്കെ ഒന്ന് ഇളക്കണം. അങ്ങനെ മോതിരം ധരിച്ച സ്ഥലവും അതുപോലെ മടമ്പും അതുപോലെ വാൽക്കണ്ണും പികളക്കുമിയൊക്കെ പ്രത്യേകമായി സൂക്ഷിച്ച് കഴുകലാണ് 20ാമത്തെ സുന്നത്ത്. ഇനി 5ാമത്തെ വിഭാഗം സുന്നത്തുകളിൽ നിന്ന് 1, 2, 3, 4 വിഭാഗമാണ് കഴിഞ്ഞത്. 5ാമത്തെ വിഭാഗം മാ യുത്ലബു ഫീ ജമീഇഹി, അതായത് വുളു ആദ്യം മുതൽ അവസാനം വരെ തേടപ്പെടുന്ന കാര്യങ്ങൾ. ആദ്യം മുതൽ അവസാനം വരെ ഉള്ള ഏത് സമയത്തും ആവശ്യമായ സുന്നത്തുകൾ. അതിൽ നിന്ന് ഒന്ന്, അത് 21ാമത്തെ സുന്നത്താണ് ഇസ്തിസ്ഹാബു നിയ്യത്ത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. 22ാമത്തെ സുന്നത്ത് കിബിലയിലേക്ക് മുന്നിടുക. എപ്പോഴും കിബിലയിലേക്ക് വുളുവിൻ്റെ ആദ്യ അവസാനം കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് വുളു ചെയ്യുക. അതുപോലെ തന്നെ 23ാമത്തെ അൽ വിലാവ്, തുടരെ കൊണ്ടുവരിക. തുടരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ 2ാമത്തതിൽ തുടങ്ങുന്നത് ആദ്യത്തത് ഉണങ്ങുന്നതിൻ്റെ മുമ്പായിരിക്കണം. ആ നിലക്കാകുമ്പോഴാണ് തുടരെയാവുന്നത്. ഇപ്പോൾ വുളുവിൻ്റെ അംഗങ്ങൾക്കിടയിൽ തുടരെ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു അംഗത്തിൻ്റെ പല ഭാഗങ്ങൾക്കിടയിലും തുടരെ കൊണ്ടുവരണം. അതുമാത്രമല്ല 3 കൈകളുണ്ടെങ്കിൽ ഈ 3 കൈകളുകൾക്കിടയിലും തുടരെ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ തുടരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ 2ാമത്തേൽ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ തുടങ്ങരുത്, ആ നിലക്ക്. എന്നാൽ ഈ തുടരെ കൊണ്ടുവരൽ സുന്നത്തല്ല, നിർബന്ധമാണ്. ആർക്ക്? ഈ നിത്യാശുദ്ധിക്കാർക്ക്, മൂത്രവാർച്ച ഉള്ള ആളുകളെ പോലെ. അതുപോലെ വക്ത് കുടുസായിട്ടുണ്ടെങ്കിൽ അവർക്കും. കുറഞ്ഞ സമയമേ ഉള്ളൂ, ഇപ്പോൾ സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്, സുബഹി നിസ്കരിച്ചിട്ടില്ല. ആ സമയത്ത് വലിമൻ ലാഖ് അലൈഹിൽ വക്ത് കുടുസായ ആളുകൾക്കും
തുടരെ കൊണ്ടുവരണം. കാരണം അവർക്ക് സമയമില്ലല്ലോ. ഇനി 24-ാമത്തെ സുന്നത്ത് അത്തസ്ലീസു, 3 പ്രാവശ്യം കൊണ്ടുവരൽ. എല്ലാം 3 പ്രാവശ്യം കൊണ്ടുവരലാണ്. എല്ലാം 3 പ്രാവശ്യം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എല്ലാം 3 പ്രാവശ്യം കൊണ്ടുവരിക.